ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് പേര് കാത്തിരുന്ന് എങ്ങനെയാണ് യുഎയിൽ നിന്നുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്തുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. യുഎയിൽ നിന്നുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ബ്രോക്കേഴ്സ് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ചില ഇന്ത്യൻ ബ്രോക്കേഴ്സും ഇന്റർനാഷണൽ ബ്രോക്കേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. എന്നാൽ കോമൺ പീപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പല ബ്രോക്കേഴ്സും ഒരു മിനിമം ബാലൻസ് ആയിട്ട് 5,000 അല്ലെങ്കിൽ 10,000 USD അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ബ്രോക്കറേജ് ചാർജസും കുറച്ച് ഹയർ സൈഡിൽ തന്നെയാണ്. വരുമ്പോൾ സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ പല ബ്രോക്കേഴ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെക്കുറിച്ചും എനിക്ക് വിശദമായിട്ട് അറിയില്ല. ഈ എക്സ്പീരിയൻസിൽ നിന്നും ഏറ്റവും ഈസി ആയിട്ടും അഫോർഡബിൾ ആയിട്ടും തോന്നിയിട്ടുള്ള ഒരു യുഎസ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് CBD ബാങ്കിന്റെ CBD ഇൻവെസ്റ്റർ ആപ്പാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുന്നേ എന്തുകൊണ്ട് യുഎയിൽ നിന്നുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. യുഎയിൽ നിന്നുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് അഡ്വാൻറ്റേജ് തന്നെയാണ്. യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നോൺ യുഎസ് റെസിഡന്റിനെ നോൺ റെസിഡന്റ് ഏലിയൻ എന്ന രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിലെ ടാക്സ് ആണ് അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിന് നിങ്ങൾ യുഎസിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിൽ എന്താണ് ടാക്സ് ഇംപ്ലിക്കേഷൻസ്, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോൾ അതിന് 25% ടാക്സ് ആപ്ലിക്കബിൾ ആണ്. അത് ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സോഴ്സ് ആണ്. ആ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിനു ശേഷം റിമൈനിങ് എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുക. അതേസമയം നിങ്ങൾ റെസിഡന്റ് ഇന്ത്യനാണ്, ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ റൂൾ പ്രകാരം നിങ്ങൾ ഇന്ത്യൻ ടാക്സ് റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ യുഎയിൽ നിന്നുകൊണ്ട് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഡോളറിലുള്ള വാല്യൂ ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം യുഎസ് ഡോളറും യുഎ ദിർഹം തമ്മിൽ പെഗിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യുഎസ് ഡോളറിലെ ചേഞ്ചസ് യുഎ ദിർഹത്തിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഓൾമോസ്റ്റ് 50% മുകളിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കൂടി യുഎയിൽ റെസിഡന്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് യുഎ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് യുഎ റെസിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി CBD ഇൻവെസ്റ്റർ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. CBD ബാങ്കിന്റെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് CBD ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. യുഎസിലെ എല്ലാ സ്റ്റോക്കുകളിലും ETF-കളിലും നിങ്ങൾക്ക് CBD ഇൻവെസ്റ്റർ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. CBD ഇൻവെസ്റ്റർ ആപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് CBD ബാങ്ക് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് CBD ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. CBD മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എംബ്രേസ് ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം CBD ഇൻവെസ്റ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഫണ്ട് ആഡ് ചെയ്യാൻ നിങ്ങളുടെ ഫോളിയോ എന്നുള്ള സെക്ഷനിലേക്ക് പോകുക. അവിടെ ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു IBAN നമ്പർ കിട്ടുന്നതാണ്. ആ IBAN നമ്പർ കോപ്പി ചെയ്ത് നിങ്ങളുടെ CBD ബാങ്കിന്റെ അക്കൗണ്ടിൽ ബെനിഫിഷ്യറി ആയിട്ട് ഈ IBAN നമ്പർ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് CBD ബാങ്കിൽ നിന്ന് CBD ഇൻവെസ്റ്ററിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ വിഡ്രോവലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. CBD ഇൻവെസ്റ്റർ ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 2 ഫോളിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓട്ടോ ഇൻവെസ്റ്റർ അതേപോലെ സെൽഫ് ഇൻവെസ്റ്റർ എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുന്നു, അവരുടെ ഒരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യപ്പെടുകയാണ്. അതിൽ മിനിമം എമൗണ്ട് ആയിട്ട് 500 USD ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് ഇന്റർവെല്ലിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം, മന്ത്ലി ചെയ്യാം. അതിൽ പല പ്ലാനുകൾ അവൈലബിൾ ആണ്. കൺസർവേറ്റീവ്, അഗ്രസീവ്, അങ്ങനെ പല പ്ലാനുകളും അവൈലബിൾ ആണ്. അതിൽ 10 ഇയേഴ്സിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 8-12% ആണ് ആനുവലൈസ്ഡ് റിട്ടേൺ അത് കൊടുത്തിരിക്കുന്നത്. CBD ഓട്ടോ ഇൻവെസ്റ്റിലെ ചാർജസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ മുകളിൽ 1% ആനുവൽ ഫീ ആണ് വരുന്നത്. അത് മന്ത്ലി ആണ് അവർ ഡിഡക്ട് ചെയ്യുന്നത്. മറ്റ് ബ്രോക്കേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ചാർജാണിത്. ഓട്ടോ ഇൻവെസ്റ്റർ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഇൻവെസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൂടി അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ രണ്ടും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഇൻവെസ്റ്റർ എന്ന ഓപ്ഷനിൽ നമ്മൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയും ട്രേഡ് ചെയ്യുന്ന പോലെയും തന്നെയാണ്. നിങ്ങൾ ആ ഫോളിയോയിലേക്ക് പോകുക, അവിടെ സ്റ്റോക്കുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്കുകൾ സെർച്ച് ചെയ്ത് അവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് 1 മന്ത് വാലിഡിറ്റി ഉള്ള ലിമിറ്റ് ഓർഡേഴ്സ് വേണമെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ എത്ര സ്റ്റോക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഇൻവെസ്റ്ററിലെ ചാർജസ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ 0.5% അല്ലെങ്കിൽ മിനിമം 3 USD വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അത് മറ്റു ബ്രോക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ചാർജ് തന്നെയാണ്. ആൻഡ് പ്രസന്റ്ലി CBD ഇൻവെസ്റ്റർ ആപ്പ് യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫ്യൂച്ചറിൽ അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടി വരും എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജും CBD ഇൻവെസ്റ്റർ ആപ്പിനെ കുറിച്ചൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, എനിക്കറിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റ് ബ്രോക്കേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കെന്ന് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.